5 more minutes. You said that yesterday. You're late for your dreams, not just work. Good morning. Rise and shine, emotional support failure. Good morning. Good morning. Yasmina, what is today's program? We'll have a meeting at 9 a.m, followed by a project review with the team. After that, you have lunch with the boss, and later an important press meeting. Wake up at your own time to reduce work stress, and be prepared. Heavy traffic is waiting for you. ഈശ്വര, സമയം ഒരുപാടായല്ലോ. ഈ പിള്ളേർ ഇതുവരെ എഴുന്നേറ്റില്ലേ? മക്കളെ, ഒത്തിരി ഹോംവർക്ക് ഉണ്ടല്ലോ. മോനെ മോനെ ഏതൻ, മോളെ മോളെ ആശ, മോളെ എഴുന്നേക്കടാ. മോനെ മോനെ എഴുന്നേക്ക് 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 എഴുന്നേക്ക്. മറന്നുപോയോ ഹോംവർക്ക് ഉള്ളത്? എഴുന്നേക്ക് കേട്ടോ. പെട്ടെന്ന് റെഡിയായി പഠിക്കണേ. രാവിലെ തന്നെ തുടങ്ങി. നിങ്ങളോട് പഠിക്കാനല്ലേ പറഞ്ഞേ? നോക്കട്ടെ, അമ്മോന്റെ നോക്കട്ടെ. പഠിച്ചോളൂ കേട്ടോ. എന്താ രണ്ടുപേരും രാവിലെ തന്നെ പരിപാടി? വെരി ഗുഡ് വെരി ഗുഡ്. പഠിച്ചോ പഠിച്ചോ. ചായ ചട്നി അരയ്ക്കാൻ ടൈം കിട്ടിയില്ല കേട്ടോ. അത് പുതുമയൊന്നും ഇല്ലല്ലോ. ലക്ഷ്മി ചേച്ചിയോ? വരൂ. ഇതാണ് എന്റെ സിസ്റ്റർ, നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതെന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. പായസം കൊണ്ടുവന്നുണ്ട്. ഓ, ഹാപ്പി ബർത്ത്ഡേ മോനെ. വരൂ. ഹലോ. ഹായ്. ഇതെന്റെ സിസ്റ്റർ ആണ്, നാട്ടിൽ നിന്ന് വന്നിരിക്കണ. ഇന്ന് മോന്റെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഇരിക്കും. ഹലോ ഹലോ. ആന്റിയോട് ഹായ് പറയൂ. എന്തുണ്ട് ചേച്ചി വിശേഷം? ഓ, സുഖമായിരിക്കണോ? ഇപ്പൊ തിരക്കാണ്. സിസ്റ്റർ വന്നിരിക്കല്ലേ? ഒന്നും പറയണ്ട. ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ആര് വന്നാലും കാണില്ല. ഇതൊക്കെ തന്നെ സ്ഥിതി എല്ലാ വീട്ടിലും, എല്ലാ പിള്ളേരും. പക്ഷേ ഇറ്റ്സ് എ സൈലന്റ് ത്രെഡ് അല്ലേ? അവരുടെ കോൺസെൻട്രേഷനും ഫോക്കസും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും എപ്പോഴും ഫോണിലിരുന്നാല്. എന്താ മോളുടെ പേരെന്താ? പറയൂ, പേര് പറഞ്ഞു. മോന്റെയോ? ഓക്കേ, മതി. ഇനി ഇത് കുറച്ച് നേരം ക്ലോസ് ചെയ്യും. ലക്ഷ്മി മാം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കണോ? ഓക്കെ ഓക്കെ. ഞാനെന്നാ ഇറങ്ങുവാണ് ഓഫീസിലോട്ട്. കുറച്ച് തിരക്കുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ ഇവിടെ ഇരുന്നിട്ട് ധന്യ ബിരിയാണി ഉണ്ടാക്കി തരും. ഇതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് വന്ന സിസ്റ്റർ ധന്യയുടെ ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. ഇന്നപ്പോ അനുഭവിക്കണം കേട്ടോ. ഓക്കെ. ഏട്ടാ, ഏട്ടന്ന് കുറച്ച് നേരത്തെ വരുമോ? എന്തിനാ? അത് നമുക്കൊരു ഹൊറർ മൂവി കാണാൻ പോവാം. ഹൊറർ മൂവിയോ? നീ രക്തം കണ്ടാലേ പേടിച്ച് തല ഇറങ്ങി താഴെ പോകുന്ന ആളുണ്ട്. ഇപ്പൊ ഞാൻ ഹൊറർ മൂവി ഒക്കെ കാണും. എന്ന് മുതല്? ഇന്ന് മുതൽ. ശ്രമിക്കാം, നോക്കാം. ഓക്കെ. ഇനിയിപ്പോ വൈകിട്ട് നോക്കിയാൽ മതി. എപ്പോഴും തിരക്കാന്ന് IT ഫീൽഡ് ആയതുകൊണ്ട്. അത് അണ്ടർസ്റ്റാൻഡബിൾ അല്ലേ? ലോങ് അവേഴ്സ്. അതെ. ഞാൻ കുടിക്കാനൊന്നും എടുത്തില്ല. എന്താ കുടിക്കാൻ വേണ്ടേ? ഒന്നും വേണ്ട. മോൻ എന്താ എടുക്കണ്ടേ? നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ? എന്തായാലും എന്റെ സിസ്റ്റർ ഒരു മാസം ഇവിടെ ഉണ്ടാവും.
വിസിറ്റ് ചെയ്യണം. എല്ലാവരുമായിട്ടും വീട്ടിൽ വരണം. എൻ്റെ ഫ്രീ ടൈം നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. ശരി. മോളെ ബായ് പറയൂ. ദേ ആന്റിമാരൊക്കെ പോകുന്നു. മോനെ ബായ് പറയൂ. ബൈ. ശരി അപ്പൊ ബൈ. ഹലോ. കഴിച്ചോളൂ കേട്ടോ. ഫോൺ എടുക്കില്ല അമ്മ. എനിക്ക് പഠിക്കാമല്ലോ അമ്മ. പപ്പനെ വിളിക്കാം. അമ്മന്റെ ഫോണിൽ ഫിംഗർ ലോക്കാ.
എന്താ മോളെ? Don't panic. എന്താ മോളെ? Mama had a fault. ഏ? എന്നിട്ട് ആ ഓക്കെ ഓക്കെ, ഞാൻ ഉടനെ വരാം കേട്ടോ. ടെക്നോളജി, ഗാഡ്ജറ്റ്സ് ഇതൊന്നും ഒരു ശാപമല്ല, ഇന്നത്തെ ജനറേഷൻ്റെ ഒരു ആവശ്യകത തന്നെയാണ്. നമ്മുടെ മക്കൾ ടെക്നോളജിയോടൊപ്പം വളരട്ടെ. ആസ് പാരൻസ് നമ്മുടെ ഒരു സൂപ്പർവിഷൻ ഉണ്ടായാൽ മതി. അതെ, ജെൻ സി അല്ല നമുക്കിന്ന് ആവശ്യം, ജെൻ ടെക് ആണ്.